ഹലോ ഗായ്സ്, ഇത് +2 സുവോളജിയുടെ പ്രാക്ടിക്കൽ റെക്കോർഡാണ്. സുവോളജിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരയ്ക്കാനുള്ളത്. പിന്നെ ഇതെല്ലാം പെൻസിലാണ് വരയ്ക്കുന്നത്. സുവോളജി മിസ്സ് ഞങ്ങളുടെ അടുത്തെല്ലാം പെന്നിൽ എഴുതിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അത് നിങ്ങൾ നിങ്ങളുടെ മിസ്സിനോട് ചോദിച്ചിട്ട് തന്നെ ഏതൊക്കെ എഴുതണം, പെന്നിലാണോ പെൻസിലാണോ, അതൊക്കെ മിസ്സുമാരാണ് പറയുക. കാരണം ബോട്ടണിയിൽ ഞങ്ങൾക്ക് പെൻസിലായിരുന്നു, സുവോളജിയിൽ പെന്നാണ്. പിന്നെ അതുപോലെ തന്നെ എഴുതേണ്ടത് ഏത് സൈഡിലാണ്, വരയ്ക്കേണ്ടത് ഏത് സൈഡാണെന്നുള്ളതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്ന പോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതും അങ്ങനെ തന്നെ ഭയങ്കര ഭംഗിയാക്കിയിട്ടൊക്കെ വരയ്ക്കണം എന്നില്ല. പിന്നെ കുറേ പേർക്ക് ഇപ്പം റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, വരയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടീച്ചറോട് ചോദിച്ച ശേഷം, ടീച്ചർ പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമുക്ക് പ്രാക്ടിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല. അതായത് സ്കൂളൊക്കെ തുടങ്ങി കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പം സുവോളജിൻ്റെ ബോട്ടണിൻ്റെ ഒക്കെ തുടങ്ങിയത് ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ്. സുവോളജി ബോട്ടണി ലാസ്റ്റാണ് തുടങ്ങുന്നത്. കാരണം അതിൽ പ്രാക്ടിക്കലായിട്ട് കുറേ ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. പിന്നെ മെയിനായിട്ട് റെക്കോർഡ് വരയ്ക്കുക അതൊക്കെ നമുക്ക് ആദ്യമേ തരുമല്ലോ. പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ മാത്സിൻ്റെ ലാബും കുറച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത്. എന്തായാലും സുവോളജി ബോട്ടണി ലാസ്റ്റാണ് കേട്ടോ തുടങ്ങുക. ബാക്കിയൊക്കെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങും. പിന്നെ നമുക്ക് ഇതൊക്കെ എങ്ങനെ വരയ്ക്കണം, ഏതൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നമുക്കൊരു മാനുവൽ തരും. ആ മാനുവൽ അനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അത് സുവോളജിക്കും തന്നായിരുന്നു, ബോട്ടണിയിലും തന്നായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വരച്ചാൽ മതിയാകും. അതിൽ തന്നെ ടീച്ചേഴ്സ് ഏതൊക്കെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ കുറേ ഡൗട്ടുള്ള പോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ബോട്ടണിയുടെ റെക്കോർഡിൻ്റെ വീഡിയോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും പറയുന്നുണ്ട് ബോട്ടണിയുടെ കാര്യം. സുവോളജിയിലെല്ലാം സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ രണ്ടും രണ്ട് ടീച്ചേഴ്സ് ആയതുകൊണ്ട് ചിലപ്പം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇത് പെന്നായിരുന്നു, അത് പെൻസിലാണ്, അതുപോലെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാനിത് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് ഞാൻ പെന്നിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത്രക്കും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആക്കാൻ നോക്കണമെന്നൊന്നുമില്ല. നമ്മൾ പെൻസിലോ പെന്നിലോ അതൊക്കെ നമ്മൾ അങ്ങനെ കുഴപ്പമില്ല. കാരണം ഇത് നമ്മുടെ അടുത്ത് പ്രാക്ടിക്കൽ റെക്കോർഡ് നമ്മൾ എഴുതി എന്ന് എല്ലാം വരച്ചിട്ട് നമുക്ക് സീല് കിട്ടിയാൽ മതി. വരച്ചതകത്തൊന്നും കയറിയിട്ട് ഇൻവിജിലേറ്റേഴ്സ് ഒന്നും നോക്കില്ല എക്സാമിന്. അവർ വെറുതെ ആ സീലുണ്ടോ നോക്കും, എന്നിട്ട് അവർ ആണി അടിച്ചിട്ട് ചെയ്യുന്നത്. അകത്ത് ജസ്റ്റ് കുറച്ച് പേജസൊക്കെ അവർ മറിച്ച് നോക്കും എല്ലാം ഉണ്ടോ, പിന്നെ ലാസ്റ്റ് പേജിൽ സീലുണ്ടോ എന്ന് നോക്കും. അല്ലാണ്ട് നമ്മൾ വരച്ച ഭംഗിയൊന്നും ഒരുപാട് നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊട്ടും ടൈം കളയേ ചെയ്യരുത്. മാക്സിമം നമ്മൾ ടൈം വേസ്റ്റ് ആക്കാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരയ്ക്കണം. കാരണം ഇപ്പം നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് തന്നെങ്കിലും നിങ്ങൾ എപ്പോഴാണ് തരുന്നത് അപ്പം തന്നെ നിങ്ങൾ വരച്ച് തീർക്കാൻ നോക്കണം. കാരണം അവസാനം എക്സാം ആകുമ്പോൾ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ സുവോളജി ബോട്ടണിക്ക് ആകെ 2 മാർക്കാണ്. കാരണം ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ നമുക്ക് ഒറ്റ സബ്ജക്റ്റായിട്ടുള്ള ലാബായതുകൊണ്ട് 4 മാർക്കുണ്ട് നമ്മുടെ റെക്കോർഡിന്. ഇത് സുവോളജി ബോട്ടണി രണ്ടും കൂടി ബയോളജിയുടെ വരുന്നതായതുകൊണ്ട് തന്നെ അതിന് ഓരോന്നിന് 2 മാർക്കായിട്ട് വീതിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ വെറും 2 മാർക്ക് ഈ റെക്കോർഡിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ടൈം ഒന്നും കളയണ്ട. കാരണം ഇതിന് നിങ്ങൾ പെട്ടെന്ന് ടീച്ചറോട് വാങ്ങിച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങണം. കാരണം ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമുക്ക് ലാബ് ചെയ്ത് കഴിഞ്ഞാലും നല്ല പാടാണ്. ഒന്നാമത് ലാബിന് തന്നെ 2 പീരീഡ് പോകുന്നതുകൊണ്ട് നമുക്ക് തിയറിയൊക്കെ ഫാസ്റ്റായിട്ടാണ് എടുക്കുക. അത് സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പമില്ല, ലാബ് തുടങ്ങാത്തതുകൊണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് മാക്സിമം സ്പീഡിൽ എടുത്ത് തീർക്കും. അത് കഴിഞ്ഞൊരു ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഓരോ സ്കൂളിലും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ അതങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെടും ഗൈസ്. കാരണം ഓരോ ആഴ്ച കഴിയുമ്പോൾ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാം വാല്യൂസും റിസൾട്ടും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് വരച്ച് എല്ലാം ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് ആദ്യമേ ചെയ്യുന്നവരും ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമുക്ക് ഓരോ ആഴ്ചയിൽ കഴിയുമ്പോൾ അപ്പം തന്നെ സബ്മിറ്റ് ചെയ്ത് പോയാൽ അവസാനം യാതൊരു പാടുമില്ല. കാരണം ടീച്ചേഴ്സ് പിന്നീട് ഒന്നിച്ചാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം, ലാബിൽ നിന്ന് തന്നെ നമ്മൾ ഒരു റഫ് റെക്കോർഡ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ലാബിൽ നിന്ന് തന്നെ എഴുതും. അപ്പോൾ റഫ് റെക്കോർഡിൽ നമ്മൾ ആദ്യം സൈൻ മേടിച്ചിട്ടാണ് ഒറിജിനൽ ഫെയർ റെക്കോർഡിൽ നമ്മൾ പിന്നെ എഴുതുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫെയർ റെക്കോർഡ് തരുന്ന മാത്രമാണ്, അതിൽ എഴുതാനൊന്നും സമ്മതിക്കില്ല ടീച്ചേഴ്സ്. ആദ്യം എല്ലാ റഫ് റെക്കോർഡിൽ സൈൻ മേടിക്കണം, എന്നിട്ടാണ് നമ്മൾ ഫെയർ റെക്കോർഡിൽ എഴുതേണ്ടത്. അപ്പോൾ അതിനൊക്കെ സമയം പോകുന്നതാണ്. റഫ് റെക്കോർഡ് എഴുതണം, സൈൻ മേടിക്കണം, അതിൽ വാല്യൂസ് കറക്റ്റ് ആക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും ഒട്ടും സമയം കളയരുത്. ഇത് പെട്ടെന്ന് വരയ്ക്കുക, പിന്നെ അതിലൊക്കെ ഇതുപോലെ ചെയ്യാനുണ്ടാകും.
ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോസിന് എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് കുറവാണ്. നിങ്ങൾ ലൈക്ക് ചെയ്ത് നന്നായി സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചെയ്യാൻ എനിക്കും ഒരു മോട്ടിവേഷനാണ്. ഞാൻ കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.